Good afternoon. Okay, Vincy, good afternoon. Shivapriya. Okay, good afternoon. Aditya, okay, good afternoon. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ച എല്ലാവരും? ഫുഡ് കഴിച്ചിരുന്നോ? യെസ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ക്ലാസ്സിൽ കയറുന്നത് എന്നുള്ള കാര്യം. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, ചിത്ര, ഗുഡ് ആഫ്റ്റർനൂൺ. സുഖമാണ്. ഫൈൻ. ഓക്കെ, ചിത്ര. എനിക്ക് സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. തുടങ്ങാം. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും റെഡിയാണോ? ഓക്കെ ആണോ? ഓക്കെ, ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത് വിചാരിക്കുന്നു, നിങ്ങളുടെ ഒരു ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിക്കുന്നുണ്ടല്ലോ, തിയറിയാണല്ലോ പഠിക്കുന്നത്. അപ്പോ നമ്മള് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു ജോലിക്ക് കയറുന്ന സമയത്ത് എങ്ങനെയായാലും നമ്മള് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നു. ഇതിൽ തിയറിറ്റിക്കലായിട്ട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അത് വെറുതെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമായിട്ടൊരു പഠനമായിട്ട് നിങ്ങൾ അതിന് മാറ്റരുത് കേട്ടോ. നിങ്ങൾക്കറിയുന്ന കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എക്സാം പാസ് ആവാം, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും, നിങ്ങൾക്ക് സർട്ടിഫൈഡ് ആവും. അതൊക്കെ അതുപോലെ നമ്മളൊരു ആ രീതിയിൽ നല്ല രീതിയിൽ പഠിക്കുമ്പോൾ നമുക്ക് സ്കോർ കിട്ടും. അതൊക്കെ ഒരു വിഷയം അങ്ങനെയാണ്. പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യുന്നതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ് അല്ലെ. നമ്മള് ജോലിക്ക് പോകുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഇന്റർവ്യൂ പ്രോസസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ. ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഒരു ഇന്റർവ്യൂ നടത്തിയതിന്റെ വേറെ ഒരു കുട്ടി നടത്തിയതിന്റെ ഫീഡ്ബാക്ക് ഞാൻ കേട്ടിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോ ഇപ്പോഴും നമ്മളിവിടെ പഠിക്കുന്നത് തിയറിയാണ്. ഓക്കെ, തിയറിയാണ്, പ്രാക്ടിക്കൽ സെക്ഷൻസ് നിങ്ങൾക്ക് വരുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പോകുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, HR ഫങ്ഷൻസ്, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് എന്താണ്, ഇന്റർവ്യൂ എന്താണ്, ഇന്റർവ്യൂ പ്രോസസ് എന്താണ്, അല്ലെ. ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന ചാപ്റ്റർ വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ ഗ്രീവൻസ് എന്താണ്, അല്ലെ, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്താണ്, അങ്ങനത്തെ രീതിയിൽ ചോദിക്കുമ്പോ നിങ്ങൾക്കത് പറയാൻ കിട്ടണം കേട്ടോ. നമ്മൾ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ, പരീക്ഷ പാസ്സാവാൻ വേണ്ടി മാത്രമായിട്ട് അതിന് കാണരുതെന്ന്. നമ്മൾ എന്ത് കാര്യങ്ങളും പഠിക്കുമ്പോ മനസ്സിലാക്കണം. നമുക്കത് എന്താണ് പ്രാക്ടിക്കലായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. മിസ്റ്റർ ക്ലാസ് എടുക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതല്ല നിങ്ങളോട് ഞാൻ ചോദിച്ചത്, ഞാനല്ല, നിങ്ങളോട് ഇതിനെപ്പറ്റി മറ്റാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. ആ രീതിയിൽ വേണം പഠിക്കാനായിട്ട് കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്റർവ്യൂവിൽ മറ്റൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. എനിക്കതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താനായിട്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ? പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മള് സ്കൂളിലൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ കാണാപ്പാടുള്ള പഠിക്കണം അല്ലെ. അതിന്റെ പ്രാക്ടിക്കൽ വിഷയങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്നത് പരീക്ഷ പാസ്സാകുമ്പോൾ മാർക്ക് കിട്ടണം, ആ ഒരു രീതിയിൽ മാത്രമാണ് നമ്മൾ അന്ന് പഠിച്ചത്. ഇത് നമ്മൾ മുതിർന്ന ആൾക്കാരാണ്, നമുക്കൊരു ജോലി വേണം, ജോലി നമ്മൾക്ക് മസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ പഠനം എന്ന് പറയുന്നത് വെറുതെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഒതുക്കാതെ നാളെ ഞാൻ ഒരു ഇന്റർവ്യൂവിന് പോകുന്നില്ല. ആ ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ഇന്റർവ്യൂ ബോർഡ് എന്നോട് ഇതിനെ സംബന്ധിച്ച് ചോദിക്കുന്നത് എനിക്ക് പറയാൻ കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അതാണ് മിസ് പറയുന്നത്. നിങ്ങളോട് ഇപ്പൊ ഞാനല്ല, വേറെ ആരെങ്കിലും നിങ്ങളോട് ഇതിനെ പറ്റി ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് കേട്ടോ.
അപ്പൊ ഫെയിലിയർ ആയി പോവരുത്. ഓക്കെ, അത്രയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. നമുക്കിനി ക്ലാസ്സിലോട്ട് കടക്കാം കേട്ടോ. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇൻഡിസിപ്ലിൻ അല്ലെ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കോസസ് ഓഫ് ഇൻഡിസിപ്ലിൻ അഥവാ മിസ്കണ്ടക്ട് കേട്ടോ. അവിടെ വരെയാണ് നമ്മൾ എല്ലാ കോസസും നമ്മൾ അതിനകത്ത് പറയുന്നുണ്ടായി അല്ലെ. മിസ്കണ്ടക്ട് എന്താണെന്നും മിസ്കണ്ടക്ടിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിസിപ്ലിൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ, അച്ചടക്കമില്ലായ്മ. അപ്പൊ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും ഭാഗങ്ങളൊക്കെ ഓക്കെയാണോ എല്ലാവർക്കും? ഓക്കെയാണോ? നാളെ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് മിസ്കണ്ടക്ട് അല്ലെങ്കിൽ എന്താണ് ഇൻഡിസിപ്ലിൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് പറയാനായിട്ട് കിട്ടണം. ആ രീതിയിൽ നോക്കാം. ഓക്കെ, ഇതിൽ മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നതിന് നിങ്ങൾക്കൊരു ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോ തിയറി ക്ലാസ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് പ്രൊഡക്റ്റീവ് ആക്കി മാറ്റണമെന്ന് മാറ്റണമെങ്കിൽ നിങ്ങളും കൂടെ അതിന് ശ്രമിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആവണം. അത് നമ്മൾ പഠിച്ച സർട്ടിഫിക്കറ്റ് കിട്ടിയ കാര്യമില്ല, നമുക്ക് അതിനെ പറ്റി അറിവ് വേണം, പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ കേട്ടോ. എന്താണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ ആണ് കേട്ടോ. ഓക്കെ, എന്താണ് ഈ റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്നറിയാമോ? റെഡ് ഹോട്ട് സ്റ്റൗ റൂള് എന്തിനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞു നോക്കാം. അതായത് നമുക്കതൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് എന്താണെന്ന് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കാം. കണ്ടിന്യൂസ് സപ്പോർട്ട് ഓഫ് subordinates is very important for the effective and efficient working of the managers. But when an employee violates the rule, disciplinary actions taken by the managers against such employee rights give him pain and generate victims. അതായത് നമ്മൾ ഈ ഒരു റൂൾ എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു സ്ഥാപനത്തില് മാനേജേഴ്സ് അല്ലെ, മാനേജേഴ്സിന് ഒക്കെ ഗുഡ് ആഫ്റ്റർനൂൺ. അതായത് നമ്മൾക്ക് ഒരു സ്ഥാപനത്തില് മാനേജേഴ്സിന് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ സബോർഡിനേറ്റിന്റെ എന്ത് വേണം, സപ്പോർട്ട് വേണം അല്ലെ. ഇവര് മാനേജർമാരാണ്, സൂപ്പർവൈസറി റോളുകളാണ് ഇവര് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവർക്ക് അവരുടെ ജോലികൾ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യണമെങ്കിൽ അവരുടെ കീഴുദ്യോഗസ്ഥരുടെ നിരന്തരമായിട്ടുള്ള ഒരു സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോ ഒരു എംപ്ലോയി ഒരു നിയമം ലംഘിക്കുകയാണെന്ന് വിചാരിക്കുക, അവരൊരു റൂള് വയലേറ്റ് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ വയലേറ്റ് ചെയ്യുന്ന സമയത്ത് മാനേജേഴ്സിന് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അവർക്കെതിരെ അച്ചടക്ക നടപടികൾ എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ പലപ്പോഴും നമ്മൾ അവർക്കെതിരെ അച്ചടക്ക നടപടികൾ എടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം അല്ലെ. അവർക്ക് ചിലപ്പോൾ അതൊരു ഫീൽ അല്ലെ, അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നാം, അല്ലെങ്കിൽ അവർക്കൊരു അല്ലെ വിഷമം തോന്നാം, മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കാം അല്ലെ. അപ്പോ എന്തുകൊണ്ടും അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ജീവനക്കാരുടെ ഇടയിൽ ഡിസിപ്ലിൻ നടപ്പാക്കുമ്പോൾ പരമാവധി നമ്മൾ ആർക്കും ഒരു മാനസിക വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ, അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ എന്ത് നടപ്പിലാക്കേണ്ടത്, ഡിസിപ്ലിൻ നമ്മൾ നടപ്പിലാക്കേണ്ടത്. അങ്ങനെ അതായത് അങ്ങനെ ജീവനക്കാർക്ക് വേറെ വലിയ മാനസിക ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒന്നും ഇല്ലാതെ ഡിസിപ്ലിൻ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെ നമുക്ക് ഡിസിപ്ലിൻ നടപ്പിലാക്കാം എന്നതിനെ പറ്റി വിശദമാക്കുന്ന ഒരു റൂൾ ആണെന്ത് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂളിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നോക്കാം. Therefore, the way to enforce discipline devoid of bitterness becomes a major issue in this context. Managers do this with help of the red hot stove rule that is formulated by Douglas MacGregor. Important ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ജീവനക്കാർക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അവർക്ക് വേറെ മാനസിക വിഷമങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ജീവനക്കാർക്കിടയിൽ ഒരു ഡിസിപ്ലിൻ നടപ്പിലാക്കണം അല്ലെ. അത് ഇങ്ങനെ നമുക്ക് നടപ്പിലാക്കാം എന്നതിനെ പറ്റി വിശദമാക്കുന്ന ഒരു റൂളാണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കാം. റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ ആരാണെന്ന് അറിയാൻ മുന്നോട്ട് വെച്ചത് ഡഗ്ലസ് മാക്ഗ്രിഗർ എന്ന് പറയുന്ന വ്യക്തിയാണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ ഇസ് പ്രപ്പോസ്ഡ് ബൈ, ആരാണ് പ്രപ്പോസ് ചെയ്തത്?
പറയുന്ന ഡഗ്ലസ് മാക്ഗ്രിഗർ ആണ് കേട്ടോ. ക്ലിയർ? അപ്പോ which correlates a situation of touching a hot stove and the act of discipline, and this rule aids the managers in maintaining the discipline. അപ്പോ ഈ റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ചുട്ടു വഴുത്തിരിക്കുന്ന ഒരു അടുപ്പിന് നമ്മൾ കൈ തൊട്ടാൽ എന്ത് സംഭവിക്കും, അല്ലെ? എന്ത് സംഭവിക്കും? എന്നതുപോലെ നമ്മുടെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അച്ചടക്ക നിയമലംഘനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് അവരോട് നമ്മൾ എങ്ങനെ അച്ചടക്ക നടപടികൾ എങ്ങനെ എടുക്കണം എന്നതിനെ പറ്റിയിട്ടാണ് ആ ഒരു റൂളിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്കറിയാം ഒരു ഹോട്ട് സ്റ്റൗവിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് നിയമലംഘനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്കെതിരെ നമ്മൾ എടുക്കുന്ന അച്ചടക്ക നടപടികൾ എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി അതൊരു റെഡ് ഹോട്ട് സ്റ്റൗവിനോടായിട്ട് എന്താണ് കമ്പയർ ചെയ്തിട്ടാണ് അവർ ആ ഒരു റൂള് പറയുന്നത് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ എന്താണ് റെഡ് ഹോട്ട് സ്റ്റൗ കൊടുക്കാനെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണം കേട്ടോ. അതെന്താണ്? ഇത്രയേ ഉള്ളൂ. ഡിസിപ്ലിൻ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർക്കൊരു മനോവിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ ഡിസിപ്ലിൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന, പ്രത്യേകിച്ച് സ്ഥാപനങ്ങളിലെ മാനേജർമാർ ഫോളോ ചെയ്യുന്ന ഒരു റൂളാണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറയുന്നത്. ഇത് മുന്നോട്ട് വെച്ചത് ഡഗ്ലസ് മാക്ഗ്രിഗർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോ ഈ റെഡ് ഹോട്ട് സ്റ്റൗ റൂളിന് പ്രധാനമായിട്ടും 4 റൂൾസുകളാണ് വരുന്നത്. എത്രയാണ്? 4 റൂൾസുകൾ കേട്ടോ. നമുക്ക് ആ പ്രിൻസിപ്പിൾസ് ഒക്കെ ഒന്ന് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് പ്രിൻസിപ്പിൾ. പ്രധാനമായിട്ടും 4 പ്രിൻസിപ്പിൾസ് ആണ് അതിനകത്ത് വരുന്നത്. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ് കേട്ടോ. ഉടനടിയുള്ള നടപടി, അല്ലെ? ഉടനടിയുള്ള നടപടിയുടെ ആ ഒരു തത്വം, അല്ലെ? ആ ഒരു റൂളാണ് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്, ഉടനടിയുള്ള നടപടി, അല്ലെ? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ആണ്. രണ്ടാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് ആണ് കേട്ടോ. മുന്നറിയിപ്പ് തത്വമാണ്, വാർണിംഗ് പ്രിൻസിപ്പിൾ ആണ്. തേർഡ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി, അതായത് എന്താണ്? വ്യക്തിപരമായ വിവേചനമില്ലായ്മ, അല്ലെ? വ്യക്തിപരമായിട്ടുള്ള വിവേചനമില്ലായ്മയുടെ ഒരു പ്രിൻസിപ്പിൾ ആണ്. അല്ലെ? നമ്മൾ ആരോട് വിവേചനത്തോടു കൂടി പെരുമാറരുതെന്ന്, വ്യക്തിപരമായിട്ട് വിവേചനമില്ലായ്മ, അല്ലെ? വിവേചനമില്ലായ്മയുടെ ആ ഒരു പ്രിൻസിപ്പിൾ ആണ്. നാലാമത് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി ആണ്, അതായത് ഒരു സ്ഥിരതയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൺസിസ്റ്റൻസി അവിടെ ഒരു സ്ഥിരതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തത്വമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ അത് ഓർത്ത് വെക്കുക കേട്ടോ. റെഡ് ഹോട്ട് സ്റ്റൗ റൂളിൽ വരുന്നത് 4 പ്രിൻസിപ്പിൾസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ്, പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി. നമുക്ക് ഓരോന്ന് എന്താന്ന് നോക്കാം കേട്ടോ. എളുപ്പമാണ്. ഫസ്റ്റ് വൺ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്, അല്ലെ? ഉടനടിയുള്ള നടപടിയുടെ തത്വമാണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? It is a well-known fact to every person that if he touches a hot stove, he will get burned. Similarly, as soon as any kind of misconduct is done by the employee, the manager should immediately take the action against that. അതായത് നമുക്കറിയാം, അല്ലെ? നമ്മൾ നല്ല ചുറ്റുപഴുത്തിരിക്കുന്ന ഒരു അടുപ്പിൽ തൊട്ട് കഴിഞ്ഞാൽ ഉടനടി നമ്മുടെ കൈ കൊള്ളും. ശരിയല്ല? അപ്പൊ തന്നെ നമ്മുടെ കൈ കൊള്ളും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലെ? അതുപോലെ സിമിലർലി എന്തായിരിക്കണം? ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകള് അല്ലെങ്കിൽ നിയമലംഘനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാല് ഒട്ടും സമയം വൈകിപ്പിക്കാതെ ഉടനടി തന്നെ എന്ത് എടുത്തിരിക്കണം? അവർക്കെതിരെ നടപടികൾ എടുത്തിരിക്കണം. അവിടെ എന്ത് വരാൻ പാടില്ല? ഡിലേ വരാനായിട്ട് പാടില്ല. നമ്മളൊരു ചുറ്റുപഴുത്തിരിക്കുന്ന അടുപ്പില് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഉടനടി കൊള്ളില്ലേ? സമയം എടുത്താണോ കൊള്ളുന്നത്? അല്ല, അപ്പൊ തന്നെ നമ്മുടെ കൈ കൊള്ളും, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഒരു ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ നിയമലംഘനങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാല് ഒട്ടും സമയം വൈകിപ്പിക്കാതെ എന്ത് ചെയ്യണം? അവർക്കെതിരെ നടപടികൾ എടുത്തിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഓക്കെ, ക്ലിയറല്ലേ പറഞ്ഞത്? ആ ഒരു പ്രിൻസിപ്പിൾ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? നമ്മളെല്ലാ പ്രിൻസിപ്പിളും ഇവിടെ ഒരു റെഡ് ഹോട്ട് സ്റ്റൗവിൽ തൊടുന്നതിനോട് ഉപമിച്ചിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് ആണ് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ്, മുന്നറിയിപ്പ് തത്വമാണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? It is very well known to the person that after touching the red hot stove, he would get burned. Similarly, all the employees should be aware of the punishment they will get after violating the rules or committing any mistake.
അതായത് നമ്മൾ ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു അടുപ്പിൽ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കൈ പൊള്ളുമെന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. മുൻകൂട്ടി നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇങ്ങനെ ചുട്ടുപഴുത്തിരിക്കുന്ന അടുപ്പിൽ നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് അറിവുള്ള ഒരു കാര്യമാണ് അല്ലെ. അതുപോലെ എല്ലാ എംപ്ലോയീസും അല്ലെ, എല്ലാ ജീവനക്കാരുടെ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് നിയമലംഘനങ്ങളോ നടത്തി കഴിഞ്ഞാല് അവർക്ക് ലഭിക്കാവുന്ന ശിക്ഷാ നടപടികളെ പറ്റിയിട്ട് അവർക്ക് മുൻകൂട്ടി തന്നെ എന്തുണ്ടായിരിക്കണം, വ്യക്തമായ അറിവും ബോധ്യവും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അവരെ തെറ്റ് ചെയ്യാനായിട്ട് മുതിരോ, ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ. അവിടെ പറയുന്നത് ഒരു ചുട്ടുപഴുത്ത അടുപ്പിൽ തൊട്ട് കഴിഞ്ഞാൽ കൈ കൊള്ളുമെന്ന് നമുക്ക് എല്ലാവർക്കും മുൻകൂട്ടി അറിയുന്ന ഒരു കാര്യമാണ്. എന്ന് പറയാൻ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിയമലംഘനങ്ങളോ തെറ്റുകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കാവുന്ന ശിക്ഷകളെ പറ്റിയിട്ട് ഒരു വ്യക്തമായിട്ടുള്ള അറിവും ബോധ്യവും അവർക്ക് മുൻകൂട്ടി ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് വാണിംഗ്. അപ്പൊ ആ ഒരു വാണിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു തെറ്റുകൾ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷകൾ ഇങ്ങനെയായിരിക്കും എന്നൊരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ തെറ്റുകളിലേക്ക് പോവാൻ അല്ലെങ്കിൽ ഒരു നിയമലംഘനം നടത്താനുള്ള ചാൻസ് അവിടെ വളരെ കുറവാണ് അല്ലേ. ഓക്കെ, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് വാണിംഗ്. ക്ലിയർ ആയോ? എല്ലാ പ്രിൻസിപ്പിളും ക്ലിയർ ആക്കണം കേട്ടോ. അത് തന്നിട്ട് ഏത് പ്രിൻസിപ്പിൾ ആണെന്ന് നിങ്ങളോട് ചോദിക്കും. ഇമീഡിയറ്റ് ആക്ഷൻ ആണോ, വാണിംഗ് പ്രിൻസിപ്പിൾ ആണോ, അത് ഇംപേഴ്സണാലിറ്റി ആണോ, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ആണോ എന്ന് ചോദിക്കും. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി. ഇംപേഴ്സണാലിറ്റി ഞാൻ പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള വിവേചനമില്ലായ്മയുടെ തത്വമാണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ദിസ് പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് ഈച്ച് പേഴ്സൺ who touches the red hot stove will get injured by the burn. നമുക്കറിയാം ഒരു ചുട്ടുപഴുത്തിരിക്കുന്ന അടുപ്പില് ആര് തൊട്ടാലും അല്ലെ, അത് ആരും ആവട്ടെ അല്ലെ, ഏത് പദവിയിലുള്ള ആളുകളും ആയിക്കോട്ടെ, ആര് തൊട്ട് കഴിഞ്ഞാലും അവരുടെ കൈ കൊള്ളും അല്ലെ. അവിടെ ആരും ആരെയാണ് നോക്കിയിട്ടൊന്നുമല്ല അല്ലെ. ഇവിടെ പറയുന്നുണ്ട് റെഡ് ഹോട്ട് സ്റ്റവ് ഡസ് നോട്ട് സീ ഹു ഈസ് ടച്ചിങ് ഇറ്റ്. ശരിയാണല്ലേ. അടുപ്പ് നോക്കുന്നുണ്ട്, ആരാണ് അതിൽ തൊടുന്നതെന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് കൊള്ളിക്കുന്നത് അല്ല. ആരുടെ അടുപ്പില് ആര് തൊട്ടാലും അത് കൊള്ളിക്കും അല്ലെ. അവിടെ ആരാണെന്ന് നമ്മൾ നോക്കില്ല, അത് ആരായിക്കൊള്ളട്ടെ, ഏത് പദവിയിലുള്ള ഏത് പൊസിഷനിലുള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കും എന്താണ് കൊള്ളലേക്കും അല്ലെ. അതേപോലെ ആയിരിക്കണം എന്ത്, ഇൻ ദ സെയിം വേ ദ ഡിസിപ്ലിനറി ആക്ഷൻസ് ഷുഡ് ബി ഈക്വൽ ഫോർ ഓൾ ദ എംപ്ലോയീസ്. നമ്മൾ എടുക്കുന്ന അച്ചടക്ക നടപടികൾ ജീവനക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ഒരുപോലെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു വ്യക്തിയോ പദവിയോ സ്ഥാനമോ ഒന്നും നമ്മൾ അവിടെ നോക്കേണ്ട കാര്യമില്ല. അത് ആരുമായിക്കൊള്ളട്ടെ അവരുടെ ഭാഗത്ത് നിന്നൊരു തെറ്റോ കുറ്റമോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ നിയമലംഘനങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാല് അവർക്കെതിരെ എടുക്കുന്ന അച്ചടക്ക നടപടികൾ എപ്പോഴും എന്തായിരിക്കണം, ഒരുപോലെ ആയിരിക്കണം അല്ലെ. അതെ. The manager must show an equal level of judgment to all employees. മാനേജർ എംപ്ലോയീസിനോട് എല്ലാവരോടും ഒരേ ലെവലിലുള്ള ഒരേ രീതിയിലുള്ള നീതി പുലർത്തിയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഇംപേഴ്സണാലിറ്റി എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ അവിടെ എത്തല്ല, നമ്മൾ വ്യക്തിയെ നോക്കിയിട്ടല്ല, പിന്നെയോ അതിൽ ചെയ്യുന്ന തെറ്റിനെ നോക്കിയിട്ടാണ് നമ്മൾ അവിടെ ശിക്ഷാ നടപടികൾ എടുക്കുന്നത്. വ്യക്തിയെ നോക്കിയിട്ടാണോ? അല്ല. അതുകൊണ്ടാണ് ഇംപേഴ്സണാലിറ്റി എന്ന് എടുത്തു പറഞ്ഞത് കേട്ടോ. ക്ലിയർ? അടുത്തതാണ് ഇത് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി. സ്ഥിരതാ നിയമമാണ്. സ്ഥിരത അതായത് കൺസിസ്റ്റൻസി കേട്ടോ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? On touching a red hot stove, every person will burn his fingers in the same way. അതായത് റെഡ് ഹോട്ട് സ്റ്റൗവിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിരലുകൾ ഒരേപോലെയാണ് കൊള്ളുന്നത്. ശരിയല്ലേ? നമ്മൾ അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിരലുകൾ ഒരേപോലെ തന്നെയാണ് കൊള്ളുന്നത് അല്ലെ. അതുപോലെ the principle of the red hot stove says that disciplinary actions should be consistent for all employees. നമ്മൾ എടുക്കുന്ന അച്ചടക്ക നടപടികൾ അത് എല്ലാ ജീവനക്കാർക്കും ഒരുപോലെ ആയിരിക്കണം, സ്ഥിരതയുള്ളതായിരിക്കണം. ഒരേപോലെ എന്ന് പറയുന്നത് എന്താണ്? കൺസിസ്റ്റന്റ് ആയിരിക്കണം, സ്ഥിരതയുള്ളതായിരിക്കണം. ഓക്കെ. Managers should impose the same punishment for everybody regardless of the fact whether the violator is a male or female. അല്ലെ. അപ്പൊ ഈ തെറ്റുകൾ ചെയ്യുന്നത് അത് മെയിലോ ഫീമെയിലോ ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ ഒരേ രീതിയിലുള്ള പനിഷ്മെന്റ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ തൊട്ടു മുമ്പ് പറഞ്ഞ പ്രിൻസിപ്പിൾ ആയിട്ട് ഒരു കൺഫ്യൂഷൻ വേണമെങ്കിൽ തോന്നാം അല്ലെ. അതും ഇത് ഏകദേശം ഒരുപോലെ തോന്നുന്നുണ്ട്. എന്താ വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും അല്ലെ. പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി വ്യത്യാസമുണ്ട്.
പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി ഞാൻ പറഞ്ഞു, വ്യക്തിയെ നോക്കിയിട്ടല്ല, അവർ ചെയ്യുന്ന തെറ്റിനെ നോക്കിയിട്ടാണ് അവിടെ ശിക്ഷാ നടപടികൾ എടുക്കുന്നത്. ഇനി കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ശിക്ഷാ നടപടികളുടെ സ്ഥിരതയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്നിപ്പോ ഒരാള് ഒരു അച്ചടക്ക ഒരു നിയമലംഘനം നടത്തി, അയാൾക്ക് നമ്മളൊരു ശിക്ഷാ നടപടി എടുത്തു, അയാൾക്കെതിരെ നമ്മളൊരു അച്ചടക്ക നടപടി എടുത്തു. ഇനി ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് വേറെ ജീവനക്കാര് ഇതേ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ ഇതേ അച്ചടക്ക നടപടി തന്നെയാണ് നമ്മൾ അവരോട് എടുക്കേണ്ടത്. അതാണ് എന്ത് കൺസിസ്റ്റൻസി ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പൊ നിങ്ങൾ ഒരാള് അല്ലെ, നിങ്ങളിൽ ഒരാള് ഇൻസി ഒരു നിയമലംഘനം നടത്തി, അപ്പൊ ഇൻസിക്കെതിരെ ഒരു അച്ചടക്ക നടപടി ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ പ്രിയ ഒരു അതേപോലെയുള്ള ഒരു അച്ചടക്ക നടപടി നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ ലിൻസിക്ക് കൊടുത്ത അതേ ശിക്ഷ തന്നെ ആയിരിക്കണം, അതേ അച്ചടക്ക നടപടികൾ തന്നെയായിരിക്കും പ്രിയയുടെ എടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസി. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇംപേഴ്സണാലിറ്റിയും കൺസിസ്റ്റൻസിയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? റെഡ് ഫോർട്ട് സ്റ്റാർ റൂൾ ഓക്കെ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? അപ്പൊ 4 കാര്യങ്ങളാണ് ആരാണ് റെഡ് ഫോർട്ട് സ്റ്റാർ റൂൾ മുന്നോട്ട് വെച്ചത്? ഡഗ്ലസ് മെക്ഗ്രീഗർ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ് ഫോർട്ട് സ്റ്റാർ റൂളിന്റെ പർപ്പസ് എന്താണ്? നമുക്ക് ജീവനക്കാർക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഡിസിപ്ലിൻ നടപ്പിലാക്കുന്നത് എപ്രകാരമാണ് എന്ന് വിശദമാക്കുന്ന ഒരു റൂളാണ് റെഡ് ഫോർട്ട് സ്റ്റാർ റൂൾ എന്ന് പറയുന്നത്. ഇതിൽ എത്ര പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്? 4 പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ്, പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി. പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞത് നമ്മളൊരു ചുട്ടുകഴുത്ത് അടുപ്പിൽ കൈ തൊട്ട് കഴിഞ്ഞാൽ ഉടനടി നമ്മുടെ കൈ കൊള്ളും അല്ലെ? അതുപോലെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിയമലംഘനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടും സമയം വൈകിക്കാതെ അവർക്കെതിരെ അച്ചടക്ക നടപടികൾ എടുക്കണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു അടുപ്പിന് തൊട്ടാൽ കൈ കൊള്ളും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയുന്ന വ്യക്തമായിട്ടുള്ള ഒരു അറിവാണ് അല്ലെ? അതുപോലെ തന്നെ ഒരു ജീവനക്കാരൻ ഒരു നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കാവുന്ന ശിക്ഷാ നടപടികളെ പറ്റിയിട്ട് അവർക്ക് മുൻകൂട്ടി വ്യക്തമായിട്ടുള്ള അറിവും ബോധ്യവും ധാരണയും അവർക്ക് ഉണ്ടായിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ്. പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ വ്യക്തിയെ നോക്കിയിട്ടില്ല, അവർ ചെയ്യുന്ന തെറ്റിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? വ്യക്തിപരമായിട്ടുള്ള വിവേചനമില്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരേ രീതിയിൽ ഒരേപോലെ നമ്മൾ അച്ചടക്ക നടപടികൾ എടുക്കുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ശിക്ഷാ നടപടികൾ എപ്പോഴും ഒരേ രീതിയിലായിരിക്കണം. ഇന്നൊരാള് തെറ്റ് ചെയ്ത ആൾക്കെതിരെ എന്ത് അച്ചടക്ക നടപടികളാണോ എടുത്തിട്ടുള്ളത് അല്ലെ, അതേ നടപടികൾ തന്നെയായിരിക്കും. ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞ് ഇതേ തെറ്റുകൾ ആവർത്തിക്കുന്ന മറ്റൊരു ജീവനക്കാരിൽ നിന്നും നമ്മൾ ഇതേ രീതിയിലുള്ള അച്ചടക്ക നടപടികൾ തന്നെയാണ് എടുക്കുന്നത്. That is called the principle of consistency. Clear ആയല്ലോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയത് റെഡ് ഫോർട്ട് സ്റ്റാർ ഒന്ന് വായിച്ചു നോക്കി. നെക്സ്റ്റ് പറയട്ടെ? അടുത്തത് പറയാലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹാൻഡ്ലിംഗ് എംപ്ലോയി ഇൻ ഡിസിപ്ലിൻ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീജിയർ. ഓക്കെ, നമ്മൾ ഗ്രീവൻസ് പ്രൊസീജിയർ പഠിച്ചില്ലേ? അതുപോലെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ഡിസിപ്ലിനറി പ്രൊസീജിയർ പഠിക്കാനുണ്ട്. അഥവാ നമുക്ക് എങ്ങനെ ഒരു എംപ്ലോയിയുടെ അച്ചടക്കമില്ലായ്മയെ നമുക്ക് കൈകാര്യം ചെയ്യാം, ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ആ ഒരു ഡിസിപ്ലിനറി പ്രൊസീജിയർ ആണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം തന്നെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ഡിസിപ്ലിനറി പ്രൊസീജിയർ? എന്താണ് ഡിസിപ്ലിനറി പ്രൊസീജിയർ അഥവാ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെഫിനിഷൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് നോക്കിയേ? ഡിസിപ്ലിനറി പ്രൊസീജിയർ ഓർ ആക്ഷൻ is a systematic approach by an employer to manage indiscipline at the workplace. അല്ലെ? അതായത്
ഒരു ജോലി സ്ഥലത്ത് ജീവനക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അച്ചടക്കമില്ലായ്മകള് അല്ലെ അതിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയർ ഉപയോഗിക്കുന്ന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് എന്ത് ഡിസിപ്ലിനറി പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ വളരെ എന്താ പറയാ കൃത്യമായിട്ട് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ അവിടെ അച്ചടക്ക നടപടികൾ എടുക്കുന്നത്. ഓക്കെ, അതായത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്. അപ്പോ ഒരു ജോലി സ്ഥലത്ത് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന അച്ചടക്കമില്ലായ്മകള് അല്ലെങ്കിൽ അവരുടെ നിയമലംഘനങ്ങള് അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയർ അവര് ഉപയോഗിക്കുന്ന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനമാണ് ഡിസിപ്ലിനറി പ്രൊസീജിയർ അഥവാ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്, എന്തുകൊണ്ടാണ് അതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് അറിയുമോ? നോക്കിയേ, അടുത്ത സെന്റൻസ് നോക്കിയേ. ഇറ്റ് ഡിഫൈൻസ് ഓൾ കൈൻഡ്സ് ഓഫ് ഡിസിപ്ലിൻ. കേട്ടോ, ഇതില് എല്ലാ തരം അച്ചടക്കങ്ങളെ പറ്റി പറയുന്നുണ്ട്. എല്ലാ തരം അച്ചടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പഠിച്ചതാണ്. ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ നമ്മൾ പഠിച്ചില്ലേ? പോസിറ്റീവ് ഡിസിപ്ലിൻ ഉണ്ട്, നെഗറ്റീവ് ഡിസിപ്ലിൻ ഉണ്ട്, പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ഉണ്ട് അല്ലെ? അങ്ങനെ എല്ലാ തരം അച്ചടക്കങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ ദ പ്രസന്റേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ ഓഫ് വാർണിംഗ്സ്, അതുപോലെ അച്ചടക്ക ലംഘനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാല് നമ്മൾ അതിനെ എടുക്കുന്ന മുന്നറിയിപ്പുകൾ നൽകുന്നതിനെ പറ്റിയിട്ടും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള അച്ചടക്കങ്ങളെ പറ്റിയിട്ടും അച്ചടക്ക ലംഘനം നടന്നു കഴിഞ്ഞാല് അവർക്കെതിരെ നമ്മൾ മുന്നറിയിപ്പ് നൽകുന്നതിനെ സംബന്ധിച്ചും പിന്നെന്താണ് റെപ്രസെന്റേഷൻ അറ്റ് ഡിസിപ്ലിനറി ഇന്റർവ്യൂസ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? റെപ്രസെന്റേഷൻ അറ്റ് ഡിസിപ്ലിനറി ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഡിസിപ്ലിനറി ഇന്റർവ്യൂസിൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത്? ഇപ്പൊ ഒരു ജീവനക്കാരന്റെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു നിയമലംഘനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവർക്കെതിരെ അവരെ നമ്മൾ ചോദ്യം ചെയ്യാണ്. അവര് ചോദ്യം ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ അതിനെ പറ്റി അന്വേഷിക്കുകയോ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ സഹായം തേടാനുള്ള ആ ഒരു അവകാശം ഉണ്ടല്ലോ, അതാണ് എന്ത് ഇവിടെ ഉദ്ദേശിക്കുന്ന റെപ്രസെന്റേഷൻ അറ്റ് ഡിസിപ്ലിനറി ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊരു തെറ്റ് ചെയ്തു, എന്നെ ചോദ്യം ചെയ്യാനായിട്ട് ആൾക്കാർ വരികയാണ്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. അതേസമയം എന്റെ ഭാഗത്ത് ന്യായമുണ്ട്, എന്റെ ഭാഗം വാദിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യാം, മറ്റൊരാളുടെ സഹായം തേടാൻ എനിക്ക് അവകാശമുണ്ട്. ആ ഒരു അവകാശം നമ്മൾ ഉപയോഗപ്പെടുത്താണ്. അതാണ് റെപ്രസെന്റേഷൻ അറ്റ് ഡിസിപ്ലിനറി ഇന്റർവ്യൂസ്. ഓക്കെ, ഡിസിപ്ലിനറി ഇന്റർവ്യൂസ് നടത്തുമ്പോ അച്ചടക്ക നടപടികൾ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി നിയമലംഘനം നടത്തുമ്പോ അവർക്കെതിരെ അന്വേഷണമോ ചോദ്യങ്ങളോ ഒക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അല്ലെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ, അവരുടെ ഭാഗം വാദിക്കുന്നതിന് അവർക്ക് മറ്റൊരാളുടെ സഹായം തേടാനുള്ള അവകാശമുണ്ട്. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റെപ്രസെന്റേഷൻ അറ്റ് ഡിസിപ്ലിൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് ടൈം ഡ്യൂറേഷൻ ഫോർ ഇൻവെസ്റ്റിഗേഷൻ, അതായത് നമ്മള് അന്വേഷണത്തിനായിട്ടുള്ള സമയപരിധിയെ പറ്റിയിട്ടും അതുപോലെ റൈറ്റ്സ് ഓഫ് അപ്പീല് പോകാനുള്ള അവകാശങ്ങളെ പറ്റിയിട്ടും എല്ലാം എന്തിനു പറയുന്നുണ്ട്? ഡിസിപ്ലിനറി പ്രൊസീജിയർ അഥവാ ഡിസിപ്ലിനറി ആക്ഷനിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണെന്ന്. ക്ലിയർ? കാര്യം മനസ്സിലായില്ല. ഇതുകൊണ്ട് ഇതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആയി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ തരം ഡിസിപ്ലിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ ഡിസിപ്ലിൻ എന്താണ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വാർണിംഗ്സ് നൽകുന്നതിനെ പറ്റിയിട്ടും അതുപോലെ ഡിസിപ്ലിനറി ഇന്റർവ്യൂസിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചും അന്വേഷണത്തിന്റെ സമയപരിധിയെ പറ്റിയിട്ടും അപ്പീല് നൽകാനുള്ള അവകാശങ്ങളെ പറ്റിയുമെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ ഒരു പ്രൊസീജിയറിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി എന്താണ് ഡിസിപ്ലിനറി പ്രൊസീജിയർ അഥവാ ഡിസിപ്ലിനറി ആക്ഷൻ എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡെഫിനിഷൻ ആണെന്നറിയോ? മൈക്കിൾ ജെ ജൂഷ്യസ് കേട്ടോ. മൈക്കിൾ ജെ ജൂഷ്യസിന്റെ ഡെഫിനിഷൻ ആണ്. അപ്പൊ നോക്കിയേ, അക്കോർഡിംഗ് ടു മൈക്കിൾ ജെ ജൂഷ്യസിന്റെ അഭിപ്രായത്തില് അതിനാൽ എങ്ങനെയാണ് ഡിസിപ്ലിനറി ആക്ഷൻ നിർവചിക്കുന്നത് നോക്കിയേ. ഡിസിപ്ലിനറി ആക്ഷൻ മീൻസ് the steps taken on disobedience of an order and to remove the reasons of such disobedience. അതായത് ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡിസൊബീഡിയൻസ് അല്ലെ, ഒരു ഉത്തരവ് നമ്മൾ അനുസരിക്കാതിരിക്കുന്നതിനും ആ അനുസരിക്കാതിരിക്കുന്നതിന്റെ കാരണങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ചില നടപടികളാണ് ഡിസിപ്ലിനറി ആക്ഷൻ എന്നാണ് ആര് പറഞ്ഞത്? മൈക്കിൾ ജെ ജൂഷ്യസ് പറഞ്ഞത്.
അതായത് ഒരു ഓർഡർ, ഒരു ഉത്തരവ് നമ്മൾ അനുസരിക്കാതിരിക്കുന്നതിനുള്ള നടപടികളാണ് അല്ലെ. അനുസരിച്ചില്ലാന്നുണ്ടെങ്കിൽ അതിനെതിരെ എടുക്കുന്ന നടപടികളും ആ അനുസരണമില്ലായ്മയുടെ കാരണങ്ങൾ നീക്കം ചെയ്യുന്നതിനുമായിട്ടുള്ള സ്റ്റെപ്സുകളാണ് എന്ത് ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? എന്താണ് ഡിസിപ്ലിനറി പ്രൊസീജിയർ അഥവാ ഡിസിപ്ലിനറി ആക്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ വായിച്ച് നിങ്ങളുടെ ജസ്റ്റ് വായിച്ച് നോക്കിയേ. ഓക്കെ, വായിച്ച് നോക്കിയല്ലോ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അതിന്റെ സ്റ്റെപ്സുകൾ പഠിക്കാം. ഓക്കെ, സിസ്റ്റമാറ്റിക് സ്റ്റെപ്സുകളാണ് കേട്ടോ. അപ്പൊ ഒത്തിരി സ്റ്റെപ്സുകൾ ഉണ്ട് അതിനകത്ത്. സ്റ്റെപ്സ് ഇൻ ഡിസിപ്ലിനറി പ്രൊസീജിയർ. ഡിസിപ്ലിനറി പ്രൊസീജിയറിൽ വരുന്ന വിവിധ സ്റ്റെപ്പുകളാണ് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും ഡിസിപ്ലിനറി പ്രൊസീജിയർ ഇൻക്ലൂഡ്സ് വാരിയസ് സ്റ്റെപ്സ് വിച്ച് ആർ ആസ് ഫോളോസ് കേട്ടോ. എത്ര സ്റ്റെപ്സ് വരുന്നുണ്ടെന്ന് അറിയോ? 9 സ്റ്റെപ്പുകളാണ് ഇതിനകത്ത് വരുന്നത്. എത്ര സ്റ്റെപ്പാണ്? 9 സ്റ്റെപ്പുകൾ കേട്ടോ. ഡിസിപ്ലിനറി പ്രൊസീജിയറിന്റെ അഥവാ ഡിസിപ്ലിനറി ആക്ഷന്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിനകത്ത് 9 സ്റ്റെപ്പുകളാണ് വരുന്നത്. അപ്പൊ ഒന്ന് നമുക്ക് ആ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ആണ്. പ്രാഥമിക അന്വേഷണമാണ് ഒന്നാമത്തെ ഘട്ടം, ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ്, അതായത് നമ്മൾ കുറ്റപത്രം നൽകലാണ് അല്ലെ, ചാർജ് ഷീറ്റ് നൽകല്. ഓക്കെ. തേർഡ് വൺ കൺസിഡറേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ. കൺസിഡറേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ, നമ്മൾ വിശദീകരണം നൽകലാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ എന്താണെന്ന് അറിയാമോ? നോട്ടീസ് ഓഫ് എൻക്വയറി, അന്വേഷണ നോട്ടീസ് നൽകൽ അഥവാ അന്വേഷണ അറിയിപ്പ് നൽകുക എന്നുള്ളതാണ് നാലാമത്തെ ഘട്ടം. അഞ്ചാമത്തെ എന്താണെന്ന് നോക്കിയേ? സസ്പെൻഷൻ വിത്തൗട്ട് പേ, ശമ്പളത്തോടെയോ അല്ലാതെയോ ഉള്ള സസ്പെൻഷൻ, അതാണ് അഞ്ചാം ഘട്ടം. 6 കണ്ടക്ട് ഓഫ് ഡൊമസ്റ്റിക് എൻക്വയറി, ആഭ്യന്തര അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ആറാമത്തെ സ്റ്റെപ്പ്. 7 എന്താണ്? റെക്കോർഡിംഗ് ഓഫ് ഫൈൻഡിങ്സ് ബൈ എൻക്വയറി ഓഫീസർ, അന്വേഷണ ഉദ്യോഗസ്ഥൻ അവരുടെ കണ്ടെത്തലുകള് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു, അത് 7ാമത്തെ ഘട്ടം. 8 എന്താണ്? അവാർഡിംഗ് ഓഫ് പനിഷ്മെന്റ് അല്ലെ, അതായത് ശിക്ഷ നടപ്പിലാക്കുക അല്ലെ, അവാർഡിംഗ് ഓഫ് പനിഷ്മെന്റ് അല്ലെ, ശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളതാണ് 9ാമത്തെ. എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഓഫ് പനിഷ്മെന്റ്, നമ്മൾ ആ ശിക്ഷാ നടപടിയെ പറ്റിയിട്ട് അതിന്റെ ഇനം ആ കൾപ്രിറ്റിനോട്, കുറ്റാരോപിതനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് 9ാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇത് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുന്ന ഒരു പ്രൊസീജിയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണെന്ന് പറയാനുള്ള കാരണം. ഇനി നമുക്ക് ഓരോന്ന് എന്താന്ന് നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കുമ്പോഴേ 9 സ്റ്റെപ്പുകളാണ്. ഓക്കെ, ആ 9 സ്റ്റെപ്പുകളും കറക്റ്റ് ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവാം കേട്ടോ. ചിലപ്പോൾ അതിന്റെ 1ാം ഘട്ടം ഏതാണ്, 2ാം ഘട്ടം അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് എന്താണ്? പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, പ്രാഥമിക അന്വേഷണം നടത്തുക എന്നുള്ളതാണ് കേട്ടോ. Non-disciplinary action can be taken by the management until they are confirmed about the misconduct done by any employee. Okay, for this, authorities conduct a preliminary investigation. നമ്മൾ എന്തിനാണ് പ്രാഥമിക അന്വേഷണം നടത്തുന്നതെന്ന് അറിയാമോ? അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, അതായത് ഒരു എംപ്ലോയി, ഒരു ജീവനക്കാരൻ അവര് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നിയമലംഘനം നടത്തി എന്ന് സ്ഥിരീകരിക്കുന്നത് വരെ ഒരു കാരണവശാലും മാനേജ്മെന്റ് അവർക്കെതിരെ എന്തെടുക്കാൻ പാടില്ല, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനായിട്ട് പാടില്ല. ആരെങ്കിലും പറയുന്നത് കേട്ടോ അല്ലെ, അങ്ങനെ നമ്മളുടെ മുഖത്തിന്റെ പുറത്തൊന്നും ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പാടില്ല. അതിന് വ്യക്തമായിട്ട് സ്ഥിരീകരണം നമുക്ക് ലഭിക്കണം. അതാണ് അവിടെ പറയുന്നത്. ഒരു എംപ്ലോയിയുടെ ഭാഗത്ത് നിന്നൊരു മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഒരു നിയമലംഘനം നടത്തി എന്ന് സ്ഥിരീകരിക്കുന്നത് വരെ മാനേജ്മെന്റ് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല,
അവർക്കെതിരെ അച്ചടക്ക നടപടികൾ എടുക്കാനായിട്ട് പാടില്ല. അപ്പൊ അത് കൺഫേം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. പ്രാഥമിക അന്വേഷണം നമ്മൾ നടത്തുന്നത്. ഇപ്പൊ ഒരാൾ പറയുന്നത് കേട്ടിട്ടോ മറ്റാരും നമ്മളുടെ ഒരു ഊഹാപോഹത്തിന്റെ പുറത്തൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരിക്കണം, പ്രാഥമിക അന്വേഷണം നടത്തിയിരിക്കണം. Then, what is the aim of preliminary investigation? ഈ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന്റെ എയിം എന്താണ്, നമ്മൾ എന്താണ് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത്? അടുത്ത സെന്റൻസ് നോക്കിയേ. The main aim of this preliminary investigation is to confirm whether any violation has been conducted or not, and what is the severity of that violation. അതായത് നമ്മൾ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണ്, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻ നടന്നിട്ടുണ്ടോ, നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുന്നതിനും, ഇനി നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. എന്നിട്ടോ ഡിപ്പെൻഡിങ് upon the degree of severity of violation, investigating officer can either warn or give a charge sheet to the accused if the violation is minor, and take the strict actions like termination in case of major violation of rules. അപ്പോ അവര് ചെയ്ത തെറ്റിന്റെ ഇപ്പൊ ഒരു അച്ചടക്ക ലംഘനം നടന്നിട്ടുണ്ടെന്ന് നമുക്ക് അന്വേഷണത്തിന് ബോധ്യപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യാപ്തി അനുസരിച്ച്, അതിന്റെ തീവ്രത അനുസരിച്ച്, ഒന്നുകിൽ അതിന്റെ തീവ്രത എന്ന് പറയുമ്പോൾ ഇപ്പൊ അവർ ചെയ്തിട്ടുള്ള നിയമലംഘനം, ആ തെറ്റെന്ന് പറയുന്നത് മൈനർ ആണെന്ന് വിചാരിക്കാം, ചെറിയ രീതിയിലുള്ള തെറ്റുകളാണെങ്കിൽ ഒന്നുകിൽ അവർക്കെതിരെ ഒരു മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കാം, ഒന്ന് വാൺ ചെയ്ത് അവരെ വിടാം. അല്ലെങ്കിൽ പിന്നെ എന്ത് കൊടുക്കാം, അവർക്ക് ഒരു ചാർജ് ഷീറ്റ്, ഒരു കുറ്റപത്രം നൽകാം അല്ലെ. അതായത് എന്തുകൊണ്ട് അവര് നിയമം വയലേറ്റ് ചെയ്തു എന്നതിന്റെ കാരണം ചോദിച്ചുകൊണ്ട് നമുക്ക് ഒരു ചാർജ് ഷീറ്റ് സമർപ്പിക്കാം. അത് ചെറിയ തെറ്റുകളാണെങ്കിൽ. ഇനി വലിയ വലിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് പോലെ, ടെർമിനേറ്റ് ചെയ്യുന്നത് പോലെയുള്ള ആക്ഷൻസും അവർക്കെതിരെ എടുക്കാവുന്നതാണ്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പാണ് അവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു എംപ്ലോയി അവരുടെ ഭാഗത്ത് നിന്ന് ഒരു നിയമലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നത് വരെ മാനേജ്മെന്റ് ഒരിക്കലും അവർക്കെതിരെ ഒരു തരത്തിലും ആക്ഷൻസ് എടുക്കാനായിട്ട് പാടില്ല. അത് സ്ഥിരീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് നടത്തുന്നത്, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണ്, അവിടെ അങ്ങനെ ഒരു നിയമലംഘനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താനും, നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ചെറിയ ചെറിയ നിയമലംഘനങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്കൊരു ചാർജ് ഷീറ്റ് കൊടുക്കാം. വലിയ വലിയ തെറ്റുകളൊക്കെയാണ് ചെയ്യുന്നതെങ്കിലാണ് ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നത് പോലുള്ള ആക്ഷൻസുകൾ അവർക്കെതിരെ എടുക്കും. ക്ലിയർ ആയല്ലോ? നമുക്ക് സ്റ്റെപ്പ് ഓക്കെ അല്ലേ? പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി രണ്ടാം ഘട്ടം എന്താണ്, ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ്. കുറ്റപത്രം സമർപ്പിക്കാം, കുറ്റപത്രം നൽകുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, നോക്കി ഇവിടെ പറയുന്നുണ്ട്, അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് സെന്റൻസ് ഇതാണ്. വാട്ട് ഈസ് എ ചാർജ് ഷീറ്റ്? എന്താണ് ചാർജ് ഷീറ്റ്? ഓക്കെ, എന്താണ് ചാർജ് ഷീറ്റ്? അണ്ടർലൈൻ ചെയ്തേ. A charge sheet is a short course notice which explains the misconduct done by the employee and the reason for the misconduct in return form. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. എന്താണ് ചാർജ് ഷീറ്റ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ചാർജ് ഷീറ്റ്? ഇറ്റ് ഈസ് എ ഷോർട്ട് കോഴ്സ് നോട്ടീസ്. അതൊരു കാരണം കാണിക്കൽ നോട്ടീസ് ആണ്. അതായത് എംപ്ലോയി എന്തെങ്കിലും മിസ്കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് മിസ്കണ്ടക്ട് ആണ് അവർ ചെയ്തിട്ടുള്ളത്, അതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് രേഖാമൂലം അവരോട് ആവശ്യപ്പെടുന്ന ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ആണ് എന്ത്, ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ജീവനക്കാരൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു, അതിലൊരു നിയമലംഘനം നടത്തി, എന്ത് നിയമലംഘനമാണ് അവർ നടത്തിയത്, എന്തുകൊണ്ടാണ് അവർ ആ നിയമം ലംഘിച്ചത് എന്ന് അവരോട് എന്താണ് രേഖാമൂലം ആവശ്യപ്പെടുന്ന ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ആണ് നമ്മള് ചാർജ് ഷീറ്റ്. നിങ്ങൾ പോലീസ് കേസൊക്കെ കേൾക്കുന്നുണ്ട്, ചാർജ് ഷീറ്റ്, കുറ്റപത്രം എന്ന് പറയും അല്ലെ, അത് നൽകലാണ് കേട്ടോ. അപ്പോ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ആള് തെറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു അല്ലെ. അതിനുശേഷമാണ് നമ്മൾ ഒരു ചാർജ് ഷീറ്റിലോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, once the preliminary investigation is done, it becomes clear that the misconduct is done by an employee. Investigating officer can formulate a charge sheet as soon as possible. Okay, അത്രയേ ഉള്ളൂ. അതായത് പ്രാഥമിക അന്വേഷണത്തില് ജീവനക്കാരൻ കുറ്റം ചെയ്തതായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാല് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അധികം സമയം വൈകിക്കാതെ ഉടനടി തന്നെ അവർക്ക് എന്താണ് ചാർജ് ഷീറ്റ് അവർക്ക്
കൊടുക്കാവുന്നതാണ് അല്ലെ, ഒരു ചാർജ് ഷീറ്റ് അവർക്കെതിരെ തയ്യാറാക്കാവുന്നതാണ്. അല്ലേ? ഇനി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് എ പണിഷ്മെന്റ് ബട്ട് എ വാർണിംഗ് ലെറ്റർ ഫോർ ദ വയലേറ്റർ ടു മേക്ക് ഹിം റിയലൈസ് ഹിസ് മിസ്റ്റേക്സ് ആൻഡ് അലർട്ട്സ് ഹിം ഓഫ് ദ കോൺസിക്വൻസസ് ഇഫ് ഹി വയലേറ്റ്സ് ദ റൂൾസ്. ഇനി ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പനിഷ്മെന്റ് ആണോ, ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളോട് ചോദിക്കും. ചാർജ് ഷീറ്റ് ശരിക്കും ഒരു പനിഷ്മെന്റ് ആണോ? അല്ല, അതൊരു ശിക്ഷയല്ല. പിന്നെന്താണ്? മറിച്ച് അതൊരു വാർണിംഗ് ലെറ്റർ ആണ്. ഓക്കെ, അതൊരു മുന്നറിയിപ്പ് ലെറ്റർ ആണെന്നാണ് പറയുന്നത്. ബിക്കോസ് എന്താന്ന് വെച്ചാല് ആ ഒരു വ്യക്തിക്ക് അയാളുടെ മിസ്റ്റേക്കുകള്, ആ തെറ്റുകള് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നിയമങ്ങൾ ലംഘിച്ചാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ പറ്റിയിട്ട് അവരെ ഒന്ന് അലർട്ട് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു വാർണിംഗ് സംവിധാനം മാത്രമാണ് എന്ത്, ഈ പറയുന്ന ചാർജ് ഷീറ്റ്. അല്ലാതെ ഒരിക്കലും ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു പനിഷ്മെന്റ് കൊടുക്കലല്ല. അങ്ങനെ ഒരിക്കലും മനസ്സിലാക്കുന്നത് ഒരു പനിഷ്മെന്റ് കൊടുക്കലല്ല. പകരം എന്താണ്, അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കാനും ഇനി നിയമം ലംഘിച്ചാൽ അവർക്ക് ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു വാർണിംഗ് ലെറ്റർ ആണ് എന്ത്, ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ പനിഷ്മെന്റ്. ഓക്കെ, ബട്ട് one thing that the investigators should keep in his mind before framing charge sheet is the aptness of the punishment according to the misconduct committed. ഇനി ഒരു ഇൻവെസ്റ്റിഗേറ്റർ അഥവാ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് അദ്ദേഹം എന്ത് ഉറപ്പുവരുത്തണം? അത് ചെയ്തിട്ടുള്ള മിസ്കണ്ടക്ട് എന്താണോ അതിന് അനുയോജ്യമാകുന്ന, അതിനനുസരിച്ചിട്ടുള്ള ഒരു പനിഷ്മെന്റ്, അതിന് അനുയോജ്യമായിട്ടൊരു ശിക്ഷാ നടപടി എടുക്കുന്ന രീതിയിലായിരിക്കണം ആ ഒരു ചാർജ് ഷീറ്റ് അവർ തയ്യാറാക്കേണ്ടത്. അല്ലാണ്ട് ഒരു ചെറിയ തെറ്റിന് വലിയ ശിക്ഷ അല്ലെങ്കിൽ ഒരു വലിയ തെറ്റിന് ചെറിയ ശിക്ഷ അങ്ങനെ ആവരുത്. അവരെന്ത് തെറ്റാണോ ചെയ്തിട്ടുള്ളത് അതിന് ഏറ്റവും അനുയോജ്യമായ തരത്തിലൊരു പനിഷ്മെന്റ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം എന്ത് തയ്യാറാക്കേണ്ടത്, ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഉള്ളിൽ മനസ്സിൽ വെച്ചിട്ട് വേണം ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടാമത്തെ സ്റ്റെപ്പ് ഓക്കെ ആണോ? ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ് ക്ലിയർ? ഓക്കെ, മൂന്നാമത്തെ എന്താണ്? അതിന്റെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു, നമ്മൾ ചാർജ് ഷീറ്റ് നൽകി അല്ലെ. പിന്നെ മൂന്നാമത് എന്താണ്? കൺസിഡറേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ. കൺസിഡറേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ, വിശദീകരണം നൽകലാണ് അല്ലെ. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറ്റാരോപിതനായ വ്യക്തിയിൽ നിന്ന് അവരുടെ വിശദീകരണത്തിന്, അവരുടെ എക്സ്പ്ലനേഷൻ നമുക്ക് ഒരു പരിഗണന കൊടുക്കാം അല്ലെ. എന്താണ്, സ്ക്രീൻ പോയോ? പോയിട്ടില്ലേ? ഞാനാണ് പോയി എന്ന് പറയുന്നത്, ആൾക്ക് മാത്രം പോയതായിരുന്നു. ഓക്കെ, അപ്പൊ നോക്കാം. കൺസിഡറേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ അല്ലെ, വിശദീകരണം നൽകലാണ്. അതായത് നമ്മൾ എന്താ ചെയ്തത്, കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിക്ക് അവരുടെ വിശദീകരണം നൽകാനായിട്ട് നമ്മളൊരു അവസരം കൊടുക്കുകയാണ് അല്ലെ. അതിന് നമ്മൾ കൺസിഡർ ചെയ്യാണ് കേട്ടോ. അപ്പൊ നോക്കാം, ദ എംപ്ലോയി ഓൺ റിസീവിംഗ് ദ ചാർജ് ഷീറ്റ്. അപ്പൊ നമ്മൾ ചാർജ് ഷീറ്റ് കൊടുക്കലായിരുന്നു തൊട്ട് മുന്നത്തെ സ്റ്റെപ്പ്. ഈ ചാർജ് ഷീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. പല പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റീസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ പോസിബിലിറ്റി എന്താണെന്നറിയോ? ആക്സെപ്റ്റ് ദ ചാർജസ്, കുറ്റങ്ങൾ അവർക്ക് സമ്മതിക്കാം അല്ലെ, അതാണ് ഒരു പോസിബിലിറ്റി. രണ്ടാമത് എന്താണ്? റെഫ്യൂസ് ദ ചാർജസ്, കുറ്റങ്ങൾ അവർക്ക് നിഷേധിക്കാം. ഇനി അതുമല്ലെങ്കിൽ അടുത്ത പോസിബിലിറ്റി എന്താണ്? ആസ്ക് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ടൈം അല്ലെ. അതെ, സമയം നീട്ടി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരോട് ആവശ്യപ്പെടാം അല്ലെ. അതായത് അവരുടെ വിശദീകരണം നൽകാനുള്ള സമയം എനിക്ക് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നീട്ടി ചോദിക്കാം. ഇനി ഇത് മൂന്നും അല്ലെങ്കിൽ പിന്നെ ഒരു സാധ്യത എന്താണെന്നറിയോ? ഫെയിൽസ് ടു സബ്മിറ്റ് ദ എക്സ്പ്ലനേഷൻ, വിശദീകരണം നൽകുന്നതിൽ അവരൊരു പക്ഷെ പരാജയപ്പെടാം, എന്നതിന് വിശദീകരണം കൊടുക്കാതിരിക്കും. ഇങ്ങനെ 4 സാധ്യതകളാണ് നമ്മൾ അവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഒരു ചാർജ് ഷീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് കുറ്റങ്ങൾ സമ്മതിക്കാം, അല്ലെങ്കിൽ കുറ്റം നിഷേധിക്കാം, അല്ലെങ്കിൽ അവർക്ക് എക്സ്പ്ലനേഷന് കുറച്ച് അധികം സമയം അവർക്ക് നീട്ടി ചോദിക്കാം. ഇത് മൂന്നും അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ വിശദീകരണം നൽകുന്നതിൽ അവരെ പരാജയപ്പെടുകയും ചെയ്യാം. അങ്ങനെ 4 സാധ്യതകളാണ്. അപ്പൊ ഓരോ പോസിബിലിറ്റിയിലും നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സുകളാണ്, ഫർദർ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ പോസിബിലിറ്റി എന്താണ്? ആക്സെപ്റ്റ് ദ ചാർജസ് ആണ്. കുറ്റങ്ങള് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്, സമ്മതിക്കാന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്താണ് ഫർദർ നടപടികൾ എന്തായിരിക്കും നോക്കിയേ? സബ്മിറ്റ് ഹിസ് എക്സ്പ്ലനേഷൻ ആക്സെപ്റ്റിംഗ് ദ ചാർജസ് മെൻഷൻഡ് ഇൻ ദ ചാർജ് ഷീറ്റ്. ഒന്നുകില് ചാർജ് ഷീറ്റിൽ പറഞ്ഞിട്ടുള്ള
കുറ്റങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം, സമ്മതിച്ചുകൊണ്ട് അവർക്ക് അതിന്റെ വിശദീകരണങ്ങൾ നൽകാവുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെ വിശദീകരണം കൊടുക്കുമ്പോ he can request the management to be lenient അല്ലെ, lenient. That means അയാൾക്ക് വേണമെങ്കിൽ മാനേജ്മെന്റിനോട് ഇളവുകൾ നൽകാനായിട്ട് പറയാം. കാരണം ഓൾറെഡി അയാൾ കുറ്റം സമ്മതിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ശിക്ഷാ നടപടി അയാൾക്ക് എതിരെ ഉണ്ടാവും. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം, മാനേജ്മെന്റിനോട് ഇളവുകൾ നൽകാനായിട്ട് വേണമെങ്കിൽ അവർക്ക് ആവശ്യപ്പെടാവുന്നതാണ് കേട്ടോ. ബട്ട് if the explanation submitted by the employee is unsatisfactory, then further inquiry should be done by the management before awarding any kind of punishment. അതേസമയം അവര് നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, മാനേജ്മെന്റ് ശിക്ഷകൾ കൊടുക്കുന്നതിന് മുൻപായിട്ട് ഒരു ഫർദർ എൻക്വയറി കൂടെ നടത്തണം, ഒരു തുടരന്വേഷണം കൂടെ അതിന് നടത്തേണ്ടതായിട്ട് വരും. അവരൊരു വിശദീകരണം നൽകി, പക്ഷെ ആ വിശദീകരണത്തിന് നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റ് എന്ത് ചെയ്യണം, അതിന് ആ ഒരു കുറെ കൂടെ ഫർദർ എൻക്വയറി നടത്തണം അല്ലെ, കുറെ കൂടെ ഒരു അന്വേഷണം അവര് നടത്തണം. എന്നിട്ടോ ഓൺ ദ ബേസിസ് ഓഫ് ചാർജസ് സബ്മിറ്റഡ് അല്ലെ, അവര് എന്താണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവര് സമ്മതിച്ചിട്ടുള്ള ആ ഒരു കുറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എൻക്വയറി ഓഫീസർ മസ്റ്റ് റെക്കോർഡ് ഫൈൻഡിങ്സ് ഇൻ ദി പ്രസൻസ് ഓഫ് ദി എംപ്ലോയി ആൻഡ് ഡ്യൂലി സനലൈസ്. അങ്ങനെ അവർ ചെയ്ത കുറ്റങ്ങളുടെ അടിസ്ഥാനത്തില് നമ്മുടെ എൻക്വയറി ഓഫീസർ അഥവാ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ത് ചെയ്യണമെന്നറിയോ, അവരുടെ കണ്ടെത്തലുകൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അത് ആരുടെ പ്രസൻസില്, ആ ജീവനക്കാരന്റെ സാന്നിധ്യത്തില്, അതും അയാളെ കൊണ്ട് അതിനകത്ത് ഒപ്പിടിക്കുകയും വേണം. അയാളുടെ സാന്നിധ്യത്തിൽ ആയിരിക്കണം അവരുടെ ഫൈൻഡിങ്സ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഇതാണ് ആക്സെപ്റ്റ് ദ ചാർജസ് കേട്ടോ. എന്താണ്, സ്ക്രീൻ പോകുന്നുണ്ടോ? എല്ലാവർക്കും ഈ പ്രശ്നം വരുന്നുണ്ടോ? പോയി അല്ലെ, എന്തോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രീൻ പോകുന്നുണ്ട്. ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടാവും. ഓക്കെ അല്ലേ? സ്ക്രീൻ ഒന്ന് പോകുമ്പോ ഒന്ന് പറയണം കേട്ടോ. അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ആക്സെപ്റ്റ് ചെയ്ത ചാർജസ് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നത് കേട്ടോ. രണ്ടാമത്തത് എന്താണ്, റിഫ്യൂസ് ദ ചാർജസ് അല്ലെങ്കിൽ കുറ്റങ്ങൾ നിഷേധിക്കാം. ചിലപ്പോൾ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ആരോപണം മാത്രമായിരിക്കും. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം, അയാളുടെ മേലിൽ ആരോപിച്ചിട്ടുള്ള കുറ്റങ്ങൾ അയാൾക്ക് റിഫ്യൂസ് ചെയ്യാലോ, നിരസിക്കാം അല്ലെങ്കിൽ നിഷേധിക്കാം അല്ലെ. അപ്പൊ നോക്കാം, ഇൻ കേസ് ഓഫ് റിഫ്യൂസൽ ഓഫ് ചാർജസ് ദ എംപ്ലോയി ക്യാൻ സബ്മിറ്റ് ഹിസ് എക്സ്പ്ലനേഷൻ റിഫ്യൂസിംഗ് ദ ചാർജ് ഷീറ്റ്. അപ്പോ അവര് ഈ പറയുന്ന കുറ്റങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ആ ചാർജ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങള് നിഷേധിച്ചുകൊണ്ടുള്ള എക്സ്പ്ലനേഷൻ, വിശദീകരണങ്ങൾ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അവർക്ക് നൽകാവുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്നറിയോ, ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ എൻക്വയറി ഓഫീസർ മസ്റ്റ് എൻക്വയർ ഫർദർ ഇൻ ടു ദ കേസ് ഫർദർ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ റിയൽ ഫാക്ടർ. അങ്ങനെയുള്ള സാഹചര്യത്തിന് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ എന്ത് ചെയ്യണം, കുറെ കൂടെ ആഴത്തിന് അന്വേഷണം നടത്തണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, ശരിയായ വസ്തുതകൾ കണ്ടെത്താൻ വേണ്ടി. ചിലപ്പോ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടാവില്ല, തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അയാൾ ആ തെറ്റ് ഭയങ്കരമായിട്ട് നിഷേധിക്കുകയാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുമ്പോ എന്ത് ചെയ്യണം, ശരിക്കും ആഴത്തിലൊരു അന്വേഷണം നടത്തണം. ആഴത്തിൽ അന്വേഷണം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അയാൾ കുറ്റം ചെയ്തിട്ടില്ല, ശരിയായ വസ്തുതകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എൻക്വയറി ഓഫീസർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കേസ് ഫർദർ ആയിട്ട് അവര് അന്വേഷിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. സ്ക്രീൻ പോവാണോ? കേട്ടോ, പറയട്ടെ.
ഇനി നെക്സ്റ്റ് വരുന്നത് അപ്പൊ റിഫ്യൂസ് ദ ചാർജസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിന്റെ പോസിബിലിറ്റി കഴിഞ്ഞു. മൂന്നാമത്തെ എന്താണ്? ആസ്ക് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ടൈം, അല്ലെ? സമയം വേണമെങ്കിൽ നീട്ടി ചോദിക്കാം. എന്തിനുള്ള സമയം? അവർക്കൊരു എക്സ്പ്ലനേഷൻ, വിശദീകരണത്തിനായിട്ടുള്ള സമയം വേണമെങ്കിൽ അവർക്ക് നീട്ടി ചോദിക്കാവുന്നതാണ്, അല്ലെ? ഓക്കെ. സംടൈംസ് ദ എംപ്ലോയീസ് ഡിമാൻഡ് സം മോർ ടൈം ടു സബ്മിറ്റ് ദ എക്സ്പ്ലനേഷൻ. ഇഫ് പോസിബിൾ ടൈം ഷുഡ് ബി എക്സ്റ്റൻഡഡ്. ചില സാഹചര്യങ്ങളിൽ എംപ്ലോയീസ് ചിലപ്പോൾ അവർക്ക് വിശദീകരണം നൽകാൻ കൂടുതൽ സമയം അവർ ആവശ്യപ്പെടാറുണ്ട്. സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് സമയം നീട്ടിക്കൊടുക്കാം. കാര്യം എന്താണ്? അവർക്ക് അവരുടെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അവസരം നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, അല്ലെ? ഇനി ഈ 3 പോസിബിലിറ്റി അല്ലെങ്കിൽ പിന്നെ നാലാമത് എന്തായിരിക്കും സാധ്യത? എന്താണെന്നറിയോ? ഫെയിൽസ് ടു സബ്മിറ്റ് ദ എക്സ്പ്ലനേഷൻ. ചിലപ്പോ ആ ഒരു കുറ്റാരോപിതനായ വ്യക്തി വിശദീകരണം നൽകുന്നതിന് പരാജയപ്പെടാം. യാതൊരു വിധത്തിലുള്ള എക്സ്പ്ലനേഷൻ ചിലപ്പോൾ കൊടുക്കാതിരിക്കാം. അപ്പൊ എന്താണ് അവിടെ ചെയ്യേണ്ടത്? Finally, if an employee fails in submitting his explanation, management can take any action against that employee. ഇപ്പോ ഈ പറയുന്ന എംപ്ലോയി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ, എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ എംപ്ലോയിക്കെതിരെ മാനേജ്മെന്റിന് എന്ത് നടപടികൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അവിടെ പിന്നീട് വേറെ ഒന്നും നോക്കേണ്ട കാര്യം. ഓക്കെ. അപ്പൊ നമ്മള് ഈ 4 പോസിബിലിറ്റി ആണ് പറയുന്നത്. ഒരു ചാർജ് ഷീറ്റ് ലഭിച്ചാൽ 4 പോസിബിലിറ്റി, ആ 4 പോസിബിലിറ്റിയിൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. മൂന്നാമത്തെ സ്റ്റെപ്പ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? കൺസിഡറേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? ഓക്കെ. അടുത്തത് കേട്ടോ, നാലാമത്തെ എന്താണ്? നോട്ടീസ് ഓഫ് എൻക്വയറി ആണ്, അല്ലെ? നോട്ടീസ് ഓഫ് എൻക്വയറി, അതായത് നമ്മളൊരു ചാർജ് ഷീറ്റ് കൊടുത്തു, അവരുടെ വിശദീകരണം നമ്മൾ കേട്ടു. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അന്വേഷണം ആരംഭിക്കണം. ഉടനടി എന്ത് കൊടുക്കണം? ഉടനടി എന്ത് ചെയ്യണം? അന്വേഷണം ആരംഭിക്കണം. ഈ അന്വേഷണം വെറുതെ ആരംഭിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? അന്വേഷണ അറിയിപ്പ് നൽകണം. അന്വേഷണ അറിയിപ്പ് നൽകിയിരിക്കണം. അതാണ് എന്ത്? നോട്ടീസ് ഓഫ് എൻക്വയറി. ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് അവരുടെ വിശദീകരണം തേടലാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഉടനടി എന്ത് ആരംഭിക്കണം? അന്വേഷണം ആരംഭിക്കണം. അങ്ങനെ ഓടിപ്പോയി അന്വേഷണം ആരംഭിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷണ അറിയിപ്പ് അവർക്ക് കൊടുത്തിരിക്കണം. അതാണ് നോട്ടീസ് ഓഫ് എൻക്വയറി. അന്വേഷണ അറിയിപ്പ് നൽകലാണ്. അപ്പൊ നോക്കിയേ, the employee receiving charge sheet should be informed in advance about the date, time and place of enquiry. അപ്പൊ ചാർജ് ഷീറ്റ് ലഭിച്ചിട്ടുള്ള കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷണം ആരംഭിക്കണമല്ലോ. അപ്പൊ അന്വേഷണം നടത്തുന്നതിന്റെ ആ ഒരു ഡേറ്റ്, ടൈം, എവിടെ വെച്ചാണ് അന്വേഷണം നടക്കുന്നത് എന്ന് മുൻകൂട്ടി തന്നെ എന്ത് ചെയ്യണം? അവരെ അറിയിച്ചിരിക്കണം. അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ അതിലൂടെ ഇൻഫോം ചെയ്തിരിക്കണം. എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് അറിയാമോ? അതിനൊരു കാരണമുണ്ട്. അവർക്ക് അവരുടെ ഭാഗത്ത് നിന്ന് തയ്യാറെടുപ്പുകൾ നടത്താനായിട്ട് നമ്മളൊരു അവസരം കൊടുക്കുന്നതാണ്, അല്ലെ? അതുകൊണ്ടാണ് നമ്മളത് മുൻകൂട്ടി അറിയിക്കുന്നത്. എന്നുവെച്ചാൽ അവർക്ക് അവരുടെ ഭാഗങ്ങൾ ന്യായീകരിക്കാനും, അല്ലെ, അവരുടെ വാദങ്ങൾ നിരത്തുന്നതിനും മറ്റവർക്കൊരു തയ്യാറെടുപ്പുകൾ മറ്റും നടത്താൻ വേണ്ടിയിട്ട് ഒരു തരത്തില് ഞാൻ നേരത്തെ പറഞ്ഞു, റെപ്രസെന്റേഷൻ ഓഫ് ദ എന്താണ് ഡിസിപ്ലിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞു. നമ്മളൊരാള് തെറ്റ് ചെയ്താൽ അയാൾക്കെതിരെ അന്വേഷണമോ ചോദ്യമോ ഉന്നയിക്കുമ്പോൾ അയാളുടെ ഭാഗം വാദിക്കാൻ അയാൾക്ക് മറ്റൊരാളുടെ സഹായം നേടാൻ അവകാശമുണ്ട്. ആ ഒരു അവകാശമാണ് നമ്മൾ ഇവിടെ അനുവദിച്ചു കൊടുക്കുന്നത്, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരുടെ അന്വേഷണത്തിന്റെ തീയതി, സമയം, അതുപോലെ എവിടെ വെച്ചാണ് അന്വേഷണം നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നത്? മുൻകൂട്ടി അവരെ അറിയിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഇൻഫാക്ട് the name of the investigating officer should also be made clear well in advance so that the employee can prepare his case accordingly. അതെ, ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ പേര് പോലും അഡ്വാൻസ് ആയിട്ട് അവരെ അറിയിച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് എംപ്ലോയിക്ക് അതനുസരിച്ച് തയ്യാറെടുപ്പുകൾ നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഇനി the enquiry should be normally held within a reasonable time of receiving the explanation. ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ ലഭിച്ച് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എന്ത് പൂർത്തിയാകല എന്ത് നടത്തിയിരിക്കണം? അന്വേഷണം നടത്തിയിരിക്കണം. കേട്ടല്ലോ? ഓക്കെ, അത്രയാണ് അവിടെ പറയുന്നത്. നോട്ടീസ് ഓഫ് എൻക്വയറി. ക്ലിയർ ആയോ? നാലാമത്തെ സ്റ്റെപ്പ് ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് കൂടെ നമുക്ക് പറയാം. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? സസ്പെൻഷൻ വിത്ത് ഓർ വിത്തൗട്ട് പേ ആണ്. ശമ്പളത്തോടെയോ അല്ലാതെയോ ഉള്ള സസ്പെൻഷൻ, അല്ലെ? Okay, it completely depends upon the management and type of conduct whether to suspend the employee with or without pay for the indiscipline act. അതായത് ശമ്പളത്തോടു കൂടി അവരെ സസ്പെൻഡ് ചെയ്യണോ, ശമ്പളമില്ലാതെ അവരെ സസ്പെൻഡ് ചെയ്യണോ, ആ ഒരു തീരുമാനം എടുക്കാനുള്ള പൂർണ്ണ അധികാരം ആർക്കാണ്? മാനേജ്മെന്റിനാണ്.
ആ ഒരു തീരുമാനം ആരെ ആശ്രയിച്ചിരിക്കും? അത് മാനേജ്മെന്റ് ആണ് തീരുമാനിക്കുന്നത്. അത് എന്തിനെ ആശ്രയിച്ച്? അയാള് ചെയ്തിട്ടുള്ള മിസ്കണ്ടക്ട് എന്താണോ അതിനനുസരിച്ച് മാനേജ്മെന്റ് ആണ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ, അയാൾക്ക് എന്താണ് ശമ്പളത്തോടു കൂടി അയാളെ സസ്പെൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തിട്ടുള്ള മിസ്കണ്ടക്റ്റിനനുസരിച്ചും മാനേജ്മെന്റിന്റെ തീരുമാനത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ അത് വിട്ടുകൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നുണ്ട് സസ്പെൻഷൻ ലെറ്റേഴ്സ് ക്യാൻ ബി ഗിവൺ അലോങ് വിത്ത് എ ചാർജ് ഷീറ്റ് ഓർ ഈവൻ ബിഫോർ ദ ചാർജ് ഷീറ്റ്. സസ്പെൻഷൻ ലെറ്റർ എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യാം? സസ്പെൻഡ് ചെയ്യാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടില്ല ഓൾറെഡി സസ്പെൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിന് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒന്നുകിൽ ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ സസ്പെൻഷൻ ലെറ്റർ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ എന്ത് കൊടുക്കാം? സസ്പെൻഡ് ചെയ്യാം. ഓക്കെ, ആ രീതിയിലും ചെയ്യാം കേട്ടോ. ഇനി if the enquiry is not finished within the given duration, in that case the salary should be paid to the employee for the time extended. ഇനി ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ ഒരു അന്വേഷണം പൂർത്തിയായില്ല എന്നിരിക്കട്ടെ, അന്വേഷണം പൂർത്തിയായില്ല എന്നുണ്ടെങ്കിൽ ആ നീട്ടി കിട്ടുന്ന സമയം അത്രയുമുള്ള ആ ഒരു ശമ്പളം അവർക്ക് എന്ത് ചെയ്തിരിക്കണം? കൊടുത്തിരിക്കണം. എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സമയത്തെ സാലറി ഉണ്ടല്ലോ അത് അവർക്ക് കൊടുത്തിരിക്കണം. കാരണം നമ്മളൊരു ഇത്ര ടൈം നമ്മൾ ഒരു 2 weeks ആണ് അന്വേഷണത്തിന് നമ്മൾ അനുവദിച്ചിരിക്കുന്ന സമയമാണെന്ന് വിചാരിക്കും. ആ 2 ആഴ്ചക്കുള്ളിൽ അന്വേഷണം നടത്തി പൂർത്തിയായിരിക്കണം. ഇൻ കേസ് 2 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ചയും പിന്നിട്ട് കഴിഞ്ഞ ആ അന്വേഷണം അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നീണ്ടു പോകുന്ന ദിവസങ്ങൾക്ക് അത്രയുമുള്ള ശമ്പളം അവർക്ക് കൊടുക്കണമെന്നാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഇത്രയും വരെ ഇരിക്കട്ടെ കേട്ടോ. ഇത്രയും വരെ ഇരിക്കട്ടെ. നമ്മൾ 5 സ്റ്റെപ്പ് വരെ പറഞ്ഞിട്ടുള്ളൂ. എന്ത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. സ്ക്രീൻ പോയത് കാരണം കൊണ്ട് പിന്നെ കുറച്ച് സമയം നമ്മുടെ പോയി. അറിയാം. അപ്പോ 5 സ്റ്റെപ്സ് കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് ഓർമ്മയുണ്ടല്ലോ, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ ഇഷ്യൂ ഓഫ് ചാർജ് ഷീറ്റ്, അത് കഴിഞ്ഞാലോ കൺസിഡറേഷൻ ഓഫ് എക്സ്പ്ലനേഷൻ, പിന്നെ എന്താണ് നോട്ടീസ് ഓഫ് എൻക്വയറി, സസ്പെൻഷൻ വിത്തൗട്ട് പേ. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു 4 സ്റ്റെപ്പും കൂടെ പറഞ്ഞു കഴിഞ്ഞാല് ഡിസിപ്ലിനറി പ്രൊസീജിയർ അവിടെ അവസാനിക്കും കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒരു സംശയം ഇത് ചോദിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് മൈൻഡ് ചെയ്യാം കേട്ടോ.